യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഡ്രസ്സൊക്കെ കൊണ്ടുപോകണോ ചേച്ചി? അച്ഛനും എനിക്കും അത്യാവശ്യം വേണ്ടത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അനുവിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോ ഞാനും ദയും കൂടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ ആര് നോക്കും? അത് ശരിയാ. ആ സുശീലാന്റിയുടെ സ്വഭാവം നമുക്കറിയാവുന്നല്ലേ. അതെ, അവരാണെങ്കി എന്തിനു വഴക്കുണ്ടാക്കുന്നുള്ള പരുവത്തിൽ നിൽക്കുക. ചേച്ചി അവരോട് സംസാരിക്കുമ്പോ സൂക്ഷിക്കണം. വഴക്കുണ്ടാക്കാൻ വേണ്ടതൊക്കെ അവര് ചെയ്യും. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. നീയേ കുഞ്ഞുങ്ങളുടെ കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചോണം. ഏതായാലും ക്ലാസ് ഇല്ലാത്തത് നന്നായി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി. വേഗം റെഡിയായി ഇറങ്ങാൻ നോക്ക്. അതല്ല മോളെ, നീ കുഞ്ഞല്ലേ, എല്ലാം കൂടെ നീ എങ്ങനെ ഒറ്റയ്ക്ക് നോക്കുന്ന ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. ചേച്ചി എന്തിനാ ടെൻഷനാവുന്നേ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. ജോലി കഴിഞ്ഞാൽ ചീരി ചേച്ചി വരില്ലേ, പിന്നെന്താ? അതും ശരിയാ. എന്നാലും അനുവിന്റെ കാര്യം ഓർക്കുമ്പോ ഇപ്പോഴും നെഞ്ചിലൊരു നീറ്റല. അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാം ഈശ്വരന്റെ തീരുമാനമല്ലേ. എല്ലാം എടുത്തെന്നാ തോന്നുന്നേ. വെപ്രാളം വരുമ്പോ പകുതി അങ്ങ് മറന്നുപോകും. ഒരു വെപ്രാളവും വേണ്ട, സമാധാനത്തോടെ ചെല്ല്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുറവില്ലാതെ ഞാൻ നോക്കിക്കോളാം. ചേച്ചിക്കറിയാലോ, ലക്ഷ്മോൾക്ക് ഞാൻ മതി. പിന്നെ കുഞ്ഞാവുകളെ അവരെ ഞാൻ നോക്കിക്കോളാം. അത് മതി. പിന്നെ നീ വല്ലതും കഴിക്കണം. ഞാനിവിടെ ഇല്ലാന്ന് കരുതി പട്ടിണി ഇരിക്കല്ലേ മോളെ, കേട്ടോ? എന്റെ ചേച്ചി, ചേച്ചി സമാധാനത്തിൽ ചെല്ല്. സത്യം പറഞ്ഞ ഒരു മനസമാധാനം ഇല്ല. പിന്നെ അനുവിന്റെ കാര്യങ്ങൾ നോക്കാൻ നമ്മളല്ലാതെ ആരാ? ഓപ്പറേഷൻ കഴിഞ്ഞാ നല്ല റെസ്റ്റ് വേണ്ടതല്ലേ? അതെ, ഒന്നാമതെ ആ പാവത്തിന് എന്നും പ്രശ്നങ്ങളാ. ചീരുച്ചേച്ചിയുടെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ കുടുംബത്തിന് ആരുടെയോ കണ്ണു തട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ശരിയാവും. അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. ഞാൻ കയറുന്നില്ല. കമ്പനി പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട്. നീ എന്തായാലും അനുചേച്ചിയുടെ സഹായത്തിന് 2 ദിവസം ഇവിടെ നിൽക്ക്. ഞാൻ ഇടയ്ക്ക് വന്നോളാം. ശബരീട്ട, ഞാൻ 2 ദിവസം ഇവിടെ നിന്നാ മോന്റെ കാര്യം എന്താവും? അവനെ ചേച്ചിമാര് നോക്കിക്കോളും. നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെ അവരല്ലേ മോനെ നോക്കുന്നത്. അനിതേച്ചി മോനെ നന്നായിട്ട് നോക്കും. അവനും അവരെ നല്ല ഇഷ്ടാ. പക്ഷെ വാസന്തേച്ചിയും തന്നേട്ടനും അതിന്റെ പേരില് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമെന്നാ. അതൊന്നും ഇപ്പം നമ്മൾ ആലോചിക്കണ്ട. ആദ്യം അനുചേച്ചിക്ക് സുഖമായിട്ട് വരട്ടെ. എന്നാ നീ അങ്ങോട്ടേയല്ലേ, ഞാൻ ഇറങ്ങാം. ശരി. ശരി. ചേച്ചി, ശബരി പോയോ? പോയി ചേച്ചി. അനുചേച്ചി കിടന്നോ? ആ,
അനു ഇന്ദ്രനും അവരുടെ മുറിയിലുണ്ട്. അച്ഛൻ സത്യന്റെ റൂമിലേക്ക് പോയി അല്പനേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്കൊന്ന് അടുക്കളയിൽ കയറി ആദ്യം കുറച്ച് ചായ ഉണ്ടാക്കാം. ഭാനുവും അങ്ങോട്ട് പോയിട്ടുണ്ട്. എല്ലാം ഇനി ഒന്നേന്ന് തുടങ്ങണം. അതൊക്കെ നമുക്ക് ചെയ്യാൻ ചേച്ചി. അനുചേച്ചിയുടെ വീടല്ലേ? വാ വാ. ഇത് എന്റെ വീട് തന്നെയല്ലേ? ഓ, കുഞ്ഞിനെ അവിടെ കിടത്തിക്കോ. എന്തു പറ്റി ഇന്ദ്രേട്ടാ? നമ്മളെന്താണ് ദൈവം ഇങ്ങനെ ശിക്ഷിച്ചത്? നമ്മുടെ വെച്ചുമോന് ഒരനിയത്തി വരുന്നത് നമ്മൾ എത്ര സ്വപ്നം കണ്ടത്. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് ദൈവം തകർത്ത് കളഞ്ഞില്ലേ? ഇതുവരെ ആശിച്ചതൊക്കെ നേടിയിട്ടുണ്ട്. എന്നാ നമുക്ക് മാത്രമായിട്ട് കണ്ട ഒരേ ഒരു സ്വപ്നം ഇതായിരുന്നു. വിച്ചുമോന് കൂട്ടായിട്ടൊരു മകള്. ആ ജീവനെ കൈവെള്ളയിൽ വെച്ച് തന്നിട്ട് വീണ്ടും തിരിച്ചെടുത്ത് എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നമുക്ക് വിധിച്ചിട്ടുണ്ടാവില്ല ഇന്ദ്രേട്ടാ. അതുകൊണ്ടല്ലേ ഇനി ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത വിധം എന്നെ ദൈവം ഇങ്ങനെ. അനു, ഇനി ഏതെങ്കിലും ജന്മത്തിൽ എന്തെങ്കിലും പാപം ചെയ്ത് കാണും. അതിന് ദൈവം തന്ന ശിക്ഷയായിരിക്കും ഇത്. അതൊന്നും അല്ല അനു. ഇത് എനിക്കുള്ള ശിക്ഷ. ഞാൻ നിന്നോട് തെറ്റിയത്.